ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന കുറുവാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ പുതുവർഷത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസം ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഉണർന്ന് പുതിയൊരു ആത്മീയ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മീയ അനുഭവങ്ങളായി തീരട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിച്ച് അടിയനെയും പ്രിയജനത്തെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വചനത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ സഹായിച്ചാൽ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹീതമായ പുതുവർഷത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസം നാം ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. സാധാരണയായി നമ്മുടെ സഭയുടെ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉടമ്പടി ശുശ്രൂഷയായിട്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. ഓരോ ഞായറാഴ്ചകളിലും, പ്രത്യേകിച്ച് ഓരോ വർഷത്തിന്റെയും ആദ്യ ഞായറാഴ്ചകളിൽ നാം ദൈവവുമായുള്ള ഉടമ്പടി പുതുക്കുകയും നാം ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് നാം ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹീതമായ 2026 വർഷത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസത്തിൽ നാം ഈ ഉടമ്പടി ശുശ്രൂഷയിലൂടെ ദൈവ സന്നിധിയിലായിരിക്കുകയാണ്. 2025 വർഷം നമ്മെ വിട്ട് കടന്നുപോയി. പുതിയൊരു വർഷം നാം സ്വാഗതം ചെയ്തു. പഴയത് പലതും നാം ഉപേക്ഷിച്ചെങ്കിലും ചിലതൊക്കെ നാം മുറുകെ പിടിച്ചിട്ടുമുണ്ട്. ചില മാനുഷിക ബന്ധങ്ങൾ തകരുകയോ നാം ഉപേക്ഷിക്കുകയോ ചിലതൊക്കെ ജീർണിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ദൈവവുമായുള്ള ബന്ധം നമ്മിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ തകർന്നു പോയോ ജീർണിച്ചു പോയോ അഥവാ കുറച്ചുകൂടെ ശക്തമായി നമുക്കത് കാത്തു സൂക്ഷിക്കുവാനായി കഴിഞ്ഞുവോ, ഇവയൊക്കെ ചിന്തിച്ചുകൊണ്ട് പുതിയൊരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആരാധനയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാനുഷിക ഉടമ്പടികൾക്ക് ശിഥിലം സംഭവിക്കുന്ന കാലഘട്ടമാണ്. നാം എടുക്കുന്ന തീരുമാനങ്ങൾ പലതും പഴയതാവുകയോ ജീർണിക്കുകയോ നാം ബോധപൂർവം അവഗണിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവവും ദൈവവചനവും ദൈവിക ഉടമ്പടികളും ഒരു കാലവും പഴയതാകുന്നില്ല. അത് എന്നും പുതുമയോടെ വളരെ ശക്തമായി നിലനിൽക്കുക തന്നെ ചെയ്യുന്നു. ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവം അനന്യനാണ്. ദൈവം അനശ്വരനാണ്. ആദിയും അന്തവുമില്ലാത്തവനാണ്. അതുകൊണ്ട് ദൈവം പുതിയ വർഷത്തിൽ പുതുതാകേണ്ടതായ ഏതൊരാവശ്യവുമില്ല. എന്നാൽ മനുഷ്യൻ
പഴയ തിന്മകളെ ഉപേക്ഷിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ദൈവവുമായുള്ള ആ ഒരു ഉടമ്പടി ഒന്ന് പുതുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇന്നത്തെ ഈ ആരാധനയിലൂടെ നാം ആഗ്രഹിക്കുന്നത്. ചിലർക്ക് പുതുക്കം എന്ന് പറയുന്നത് പഴയ മരുന്നും പുതിയ ലേബല് പോലെയാണ്. അതായത് ആകമേ നമുക്ക് രൂപാന്തരം സംഭവിച്ചില്ല എങ്കിൽ പുറമേ ഉള്ളതായ നമ്മുടെ പുതുക്കം അർത്ഥവത്തായ ആത്മീയതയുടെ തലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതല്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. എല്ലാ വർഷവും നാം പുതുക്കപ്പെടുന്നു. ഈ പുതുക്കങ്ങൾ ക്ഷണനേരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം വിട്ടകലുന്നു. വീണ്ടും നാം പഴയതിനേക്കാൾ അപ്പുറം തരം താണ ജീവിത ശൈലികളിലേക്ക് നാം കടന്നു പോകുന്നു. താല്പര്യമുള്ളവരെ, ഈ വർഷത്തെ നമ്മുടെ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പുതിയ ഉടമ്പടിയായി ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാമോ? ദൈവവുമായുള്ള നമ്മുടെ ഉടമ്പടി അത് ദൈവഭാഗത്ത് എന്നും നിലനിൽക്കുന്നതും ശക്തവുമാണ്. എന്നാൽ നമ്മുടെ ഭാഗത്താകട്ടെ പിന്മാറ്റത്തിന്റെ അനുഭവങ്ങൾ, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് നാം പലപ്പോഴും ദൈവിക ആരാധനകളെ അലക്ഷ്യമായി എണ്ണുന്ന അനുഭവങ്ങൾ, ചിലപ്പോഴൊക്കെ ലോക മനുഷ്യരെക്കാൾ തരം താണ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നുവോ എന്ന് നാം സ്വയം ശോധന ചെയ്യേണ്ടതാണ്. ഉടമ്പടി ശുശ്രൂഷ അഥവാ ഉടമ്പടി ആരാധന മറ്റുള്ളവരിലേക്ക് നോക്കുവാനല്ല, ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കുന്നു, ഞാനും എൻ്റെ ദൈവവുമായുള്ള ആ ഉടമ്പടി പഴകിയതോ ജീർണിച്ചതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആണോ എന്ന് ഒന്ന് സ്വയം ശോധന ചെയ്യുകയും ഈ 2026 വർഷത്തിൽ നാമും ദൈവവുമായുള്ള ബന്ധത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നതും ദൈവിക ബന്ധത്തിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നതുമായിരിക്കണം. ഇത് ഞാൻ പറയുവാൻ കാരണം, ഇന്ന് ലോക സംഭവങ്ങൾ അത്ര സന്തോഷകരമായ അനുഭവങ്ങളല്ല നമുക്ക് നൽകുന്ന വാർത്തകൾ. എന്ന് നേരെ പറയുന്നു, നമ്മുടെ ഭാരത പശ്ചാത്തലവും ക്രൈസ്തവ ജീവിതങ്ങൾക്ക് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ നമ്മെ നയിക്കുവാൻ, നമ്മെ ശാക്തീകരിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തിയാലേ കഴിയും. അങ്ങനെ എങ്ങനെ നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ സ്ഥായിയായ ഭാവത്തിൽ, അല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ഈ 2026 വർഷത്തിന്റെ ആദ്യ ഞായറാഴ്ച ആയിരിക്കും ഇന്ന് മുതൽ അവസാന ദിവസം വരെ നമുക്ക് എങ്ങനെ നിലനിൽക്കുവാനായിട്ട് കഴിയും? അതിന്റെ ഒന്നാമത്തെ ചിന്ത വിശ്വാസത്താലുള്ള ബന്ധം എന്നുള്ളതാണ്. അപ്പോൾ ദൈവവും നാമുമായുള്ള ബന്ധം വിശ്വാസത്താലുള്ള ഒരു ബന്ധമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുന്നു. നിനക്ക് അത് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തിലേക്കാണ് ദൈവം നിന്നെ പറഞ്ഞയക്കുന്നത്. ഇവിടെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് അത് നിന്റെ പരിചയക്കാരെയും നിന്റെ ചുറ്റുപാടുകളെയും നിന്റെ ബന്ധുക്കളെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നുള്ളതാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ദൈവവിളി അനുസരിച്ച്
അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയിലാണ് നമ്മുടെ അബ്രഹാം. നമ്മുടെ ചിന്ത കൊണ്ട് നാം മനസ്സിലാക്കുമ്പോൾ അങ്ങനെയെന്ന് തോന്നും. അത് തന്നെയാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. ദൈവ വിളി അനുസരിച്ച് അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയുടെ തുടക്കത്തെയാണ് നമുക്ക് ഇവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ 2026 വർഷത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസത്തിൽ ഒരു പക്ഷേയെങ്കിൽ നാമും ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ 2026 വർഷത്തിന്റെ അവസാനം വരെ ജീവിച്ചിരിക്കുമെന്നോ, ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്റെ ജീവിതം ക്രമീകരിക്കുവാൻ കഴിയുമെന്നോ, എന്റെ തലമുറകളെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ കഴിയുമെന്നോ നമുക്ക് ഏതൊരു ഉറപ്പുമില്ലാതിരിക്കുന്ന സാഹചര്യം. ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന ഈ ലോക ജീവിതയാത്രയിൽ ഒരു വർഷം കൂടെ നാം പിന്നിട്ട് 2026 വർഷത്തിന്റെ ചവിട്ടുപടിയിൽ കയറി നിൽക്കുകയാണ്. എന്നാൽ അബ്രഹാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. നാമും ഈ 2026 വർഷത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസത്തിൽ ഒരു ഉടമ്പടിക്കായി ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവവുമായുള്ള ഒരു വിശ്വാസത്തിലുള്ള ബന്ധം നാം അരക്കിട്ടുറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ അബ്രഹാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞതിനെ അനുസരിച്ചുകൊണ്ട് തന്റെ സ്വന്തം ഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാവരെയും ഉപേക്ഷിച്ച് അത് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അബ്രഹാമിനോട് ദൈവം പറയുന്നത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് പോകാം. ഈ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ഒരു സുന്ദരമായ സ്വപ്നമാണ്. നാം ഓരോരുത്തരും ഈ 2026 വർഷത്തിൽ അതേ സ്വപ്നം തന്നെയാണ് കാണുന്നത്. ഈ 2026 വർഷം എന്റെ ജീവിതത്തിൽ പാലും തേനും ഒഴുകുന്ന ഒരു സന്തോഷത്തിന്റെ അനുഭവമായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അബ്രഹാമിന്റെ പ്രത്യേകത, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ചാണ് തന്റെ ജീവിതയാത്ര ആരംഭിക്കുന്നത്. നമ്മിൽ പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ നാം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നത്. എന്നാൽ ഈ വിശ്വാസം അനുസരണത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? വിശ്വസിച്ചാൽ മാത്രം പോരാ, അനുസരിക്കുന്നവനെ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ഇവിടെ അബ്രഹാം താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ സ്ഥലത്തിലേക്ക് വിശ്വാസത്തോടെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അബ്രഹാമിന്റെ ജീവിതയാത്രയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് നമ്മിൽ പലരുടെയും ജീവിതത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയതായ ഒരു പ്രത്യേകതയാണ്. അബ്രഹാം തന്റെ ജീവിതയാത്രയിൽ എവിടെയെല്ലാം കൂടാരം അടിച്ചുവോ അവിടെയെല്ലാം ദൈവത്തിന് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. അബ്രഹാം താൻ വിശ്വസിച്ച ദൈവത്തെ അനുസരിക്കുകയും ആ അനുസരിച്ച ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. ദൈവവുമായുള്ള വിശ്വാസത്താലുള്ള ബന്ധം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവ ജനതയെ ആരാധനയിലൂടെ മാത്രമേ നമുക്ക് പുതുക്കപ്പെടുവാൻ കഴിയൂ. ആരാധനയിലൂടെ മാത്രമേ ദൈവവചനം കേൾക്കുവാൻ കഴിയൂ. ആരാധനയിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുവാനായിട്ട് കഴിയൂ. അങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിക്കുമ്പോഴാണ് ദൈവവുമായുള്ള ആ വിശ്വാസത്താലുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മുടെ ജീവിതയാത്ര നയിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ജീവിതയാത്ര നയിക്കുന്ന ഏതൊരു ദൈവ പൈതലിന്റെ ലക്ഷ്യം അത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം തന്നെയാണ്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതം. എന്നാൽ പ്രിയമുള്ളവരെ,
ദൈവത്തെ മറന്നുകൊണ്ട് എത്ര സന്തോഷം നമുക്ക് സ്ഥായിയായി അനുഭവിക്കുവാനായിട്ട് കഴിയും. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം എവിടെയെല്ലാം പാർത്തുവോ അവിടെയെല്ലാം ദൈവത്തിന് യാഗപീഠം പണിതു. അപ്പോൾ നാം ദൈവത്തിന് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കേണ്ട ദൈവജനമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ ഈ പുതുവർഷത്തിൽ ഒരു തീരുമാനമെടുക്കണം. എന്റെ ഭവനത്തിൽ എല്ലാ ദിവസവും അത് വൈകുന്നേരം ഭവനത്തിലുള്ള എല്ലാവരും കുടുംബമായി ഒരു സമയം വേർതിരിച്ചെടുത്ത് ഒരു ദൈവസന്നിധിയിൽ യാഗപീഠം പണിയുക. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുക. 2-3 പാട്ടൊക്കെ പാടി ഒരു വേദഭാഗമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുക. അവിടെ ദൈവം വസിക്കുന്ന ഇടമായി തീരും. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. അബ്രഹാം എവിടെയെല്ലാം പാർത്തുവോ അവിടെയെല്ലാം ദൈവത്തിന് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. അത് അവന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീർന്നു. അബ്രഹാമിന് വിശ്വാസികളുടെ പിതാവ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അബ്രഹാമിനെ നോക്കി യഹോവയാകുന്ന ദൈവം പറയുന്നത് പ്രകാരമാണ്: അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. പ്രിയമുള്ളവരെ, ഈ ആനാഗോട് ദേശത്തിൽ പാർക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങൾ ഓരോ ആരാധനാ കേന്ദ്രങ്ങളായി, ഓരോ യാഗപീഠങ്ങളായി നാം മാറ്റുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് കളിക്കുവാനും ചിരിക്കുവാനും സമയം കണ്ടെത്തുവാൻ കഴിയുന്നു. ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത് അത് ദുർവിനിയോഗം ചെയ്യുന്ന സന്തോഷം ആസ്വദിക്കുവാനായി നാം സമയം കണ്ടെത്തുന്നു. ഇങ്ങനെ ആഡംബരത്തിന്റെ മേഖലകളിലൂടെ മനുഷ്യ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് നാം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരാധനകൾക്ക് സ്ഥാനമില്ല. ആരാധിക്കുവാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു. ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യവും കണ്ണുനീരും അനുഭവിച്ച് ജീവിതത്തിൽ ഏകാഗിയായും ദുഃഖിതയായി കഴിഞ്ഞ സാഹചര്യത്തിൽ നാം നൽകിയ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവജനം മറന്നു പോകുന്നുവോ? ഈ പുതുവർഷത്തിൽ ദൈവവുമായുള്ള ബന്ധം ആരാധനയിലൂടെ നിലനിർത്തുന്നുവെങ്കിൽ തീർച്ചയായും നാമും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. നാം ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം ഒരു അനുഗ്രഹമായിരിക്കും. യഹോവയാകുന്ന ദൈവം അബ്രഹാമിനെ നോക്കി പറഞ്ഞതുപോലെ, അതെ, നിങ്ങളുടെ ഓരോ കുടുംബ ജീവിതങ്ങളെ നോക്കി ഈ 2026 വർഷത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസം ദൈവം കൽപ്പിക്കുകയാണ്: നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്നുള്ളതാണ്. നിന്റെ ഭവനം മാത്രമല്ല, നീ തൊഴിൽ ചെയ്യുന്ന ഇടത്തിലും നീ ഒരു യാഗപീഠം പണിയുക. നീ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളിലും ഒരു യാഗപീഠം പണിയുക. എല്ലാ ഞായറാഴ്ചകളിലും കുടുംബമായി ദൈവാലയത്തിൽ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ഒരു യാഗപീഠം പണിത് നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ദൈവവുമായുള്ള വിശ്വാസത്തിൽ നമുക്ക് ജീവിതം നയിക്കുവാനായിട്ട് കഴിയുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അബ്രഹാമിനെ പോലെ നാമും പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് വിശ്വാസത്തോടെ യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ പലതും പാലും തേനും ഒഴുകുന്ന അനുഭവമല്ല, കൈപ്പേറിയ അനുഭവങ്ങളാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതയാത്ര കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം യാത്ര ചെയ്യുന്നത്. ഈ യാത്രയ്ക്കുള്ള ഊർജം നമുക്ക് നൽകുന്നത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ദൈവത്തെ അനുസരിക്കുന്ന മനോഭാവവുമാണ്. ഈ ബന്ധത്തിൽ നാം ഈ ലോക ജീവിതയാത്രയിലായിരിക്കുന്നുവെങ്കിൽ
നാം പ്രിയം വച്ചിരിക്കുന്ന ദൈവസന്നിധിയോളം നമുക്ക് ഈ ലോകയാത്ര പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ലക്ഷ്യം വച്ചുള്ള യാത്ര തന്നെയായിരിക്കും. രണ്ടാമത്തെ ചിന്ത ക്രിസ്തുവിനോടുള്ള ബന്ധം എന്നുള്ളതാണ്. ഒന്ന്, വിശ്വാസത്താലുള്ള ബന്ധം അരക്കെട്ടുറപ്പിക്കുക. രണ്ട്, ക്രിസ്തുവിനോടുള്ള ബന്ധം നാം സ്ഥായിയായി ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് പൗലോസ് അവിടെ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. 7-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൽ ഉറച്ചിരിപ്പിൻ. യേശു ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ ഈ ലോക ജീവിതയാത്രയിൽ ആയിരിക്കുന്നവർക്ക് ദൈവത്തെ വിശ്വസിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും കഴിയും. ഇവിടെ യേശുവിനോടുള്ള ബന്ധം നിലനിൽക്കുന്നത് യേശുവുമായുള്ള കൂട്ടായ്മയിലാണ്. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ ഒരു യാഗപീഠം പണിയുക. നമ്മുടെ ദൈവാലയത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ഒരുമിച്ചുകൂടി യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുക. ഇങ്ങനെ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം നാം നയിക്കുന്നുവെങ്കിൽ 2026 വർഷം യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവുമായുള്ള ബന്ധം ഒരു ഉടമ്പടി ബന്ധമാണ്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. മൂന്നാമത് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം ഇന്ന് പാഠമായി വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 11-25 മുതൽ 30 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഒരു ആശ്വാസം നൽകുന്ന ബന്ധത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ വേദപുസ്തക പശ്ചാത്തലം, യേശു കർത്താവിനെ സ്വീകരിക്കാത്ത ചില പട്ടണവാസികളെ ശാസിച്ച ശേഷം യേശു പിതാവിനെ വിളിച്ച് സ്തോത്രം ചെയ്യുകയാണ്. റബിമാരും പുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും പരീശന്മാരുമെല്ലാം യേശുവിനെ തിരസ്കരിച്ചു. സമൂഹത്തിലെ ദരിദ്ര ജനവിഭാഗം യേശുവിനെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് അവരെ നോക്കി യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ 2026 വർഷത്തിന്റെ ആദ്യ വിശുദ്ധ പ്രഭാതത്തിൽ ഉടമ്പടി ശുശ്രൂഷയിലൂടെ ദൈവവുമായുള്ള ഉടമ്പടി പുതുക്കുവാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം അരുളി ചെയ്യുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നുള്ളതാണ്. അതെ, അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്ന ജനത്തിന് ആശ്വാസം നൽകുന്ന ഒരു പുതിയ ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ കർത്താവായ യേശു പറയുന്നത്. പ്രിയമുള്ളവരെ, നാം ഇന്ന് വളരെ കഠിനമായി അധ്വാനിക്കുന്നവരാണ്, വളരെ ഭാരം ചുമക്കുന്നവരാണ്. നാം ചുമക്കുന്ന ഭാരങ്ങളെ കുറിച്ചും പാപങ്ങളെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു. എന്നാൽ നമുക്ക് ഈ അധ്വാന ഭാരവും അത് നാം ആശ്വാസമില്ലാതിരിക്കുന്ന സാഹചര്യവും ഇത് മനസ്സിലാക്കിയ കർത്താവായ യേശു തമ്പുരാൻ പറയുകയാണ്, നമുക്ക് ആശ്വാസം നൽകാം എന്നുള്ളതാണ്. നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമുക്ക് ആശ്വാസം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ അധ്വാന മേഖലകളിൽ വളരെ കഠിനമായി അധ്വാനിക്കുന്നവരാണ് നമ്മുടെ സഭയിലെ ഭൂരിഭാഗം പേർ. രാത്രിയെ പകലാക്കി അത് പകലന്തിയോളം അധ്വാനിച്ച് കിട്ടുന്ന സമ്പത്ത് കുടുംബം പുലർത്തുവാൻ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ആശ്വാസം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ?
വിദ്യാഭ്യാസത്തിന്റെ ഉന്നത തലങ്ങളിലെത്തുവാൻ വെമ്പൽ കൊള്ളുന്ന യുവതലമുറയെ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ തലങ്ങളിൽ നിങ്ങൾ എത്തപ്പെടുന്നു. എന്നാൽ അവിടെയും ആശ്വാസം അന്യം നിൽക്കുന്ന അനുഭവങ്ങളല്ലേ? ഇത്തരത്തിലുള്ള ആധുനിക ജനവിഭാഗത്തെ നോക്കി കർത്താവായ യേശു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ 2026 വർഷത്തിൽ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഉടമ്പടിയിലൂടെ എല്ലാ ഞായറാഴ്ചകളിലും നാം കുടുംബമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് യാഗപീഠം പണിയുന്നുവെങ്കിൽ, എല്ലാ ദിവസവും നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന് ഒരു യാഗപീഠം പണിത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആശ്വാസം നൽകുന്ന ദൈവം നമുക്ക് സകല വിധത്തിലും ആശ്വാസവും അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നൽകി നമ്മെ വഴി നടത്തും. മത്തായി 11:29 യേശു പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇവിടെ യേശു പറയുകയാണ്, പ്രിയമുള്ളവരെ, ആത്മാക്കൾ ആശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എത്ര തന്നെ സാമ്പത്തികമായി ഉന്നതി പ്രാപിച്ചാലും, എത്ര തന്നെ പേരും പ്രശസ്തിയും ലഭിച്ചാലും, ഈ ആശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ആശ്വാസമില്ലാത്ത ലോകത്തിൽ ആശ്വാസപ്രദനായ ദൈവം ഈ പുതുവർഷത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കാം. അത് ക്രിസ്തുവുമായുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക് ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. നിരാകരിക്കരുത്, തള്ളിക്കളയരുത്, ഈ ലോകത്തിന്റെ പിന്നാലെ കടന്നു പോകരുത്. എല്ലാ ദിവസവും നമ്മുടെ ഭവനത്തിൽ ഒരു യാഗപീഠം പണിയുവാൻ സമയം കണ്ടെത്തുക. എല്ലാ ഞായറാഴ്ചകളിലും ഒരു 1.5 മണിക്കൂർ സമയം കുടുംബമായി ദൈവാലയത്തിൽ കടന്നു വന്ന് ഈ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുക. ആശ്വാസമില്ലാത്ത ലോകത്തിൽ ആശ്വാസപ്രദനായ ദൈവം ആശ്വാസം നൽകുവാനായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവുമായുള്ള ഈ പുതിയ ബന്ധം ആശ്വാസത്തിന്റെ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.